Hello everyone. Welcome to the first video in this series. I hope you all had a very good Christmas and New Year's break. ഈ എപ്പിസോഡ് വിൽ ഫോക്കസ് ഓൺ റീസെറ്റിംഗ് ആർ മൈൻഡ് സെറ്റ്. അതായത് മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചെറുതായി മാറ്റം വരുത്തുക എന്നാണ് ഈ എപ്പിസോഡിന്റെ ഉദ്ദേശം. ആൻഡ് ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഹാസ് വെരി ലിറ്റിൽ ടു ഡു വിത്ത് ലാംഗ്വേജ് ഇഫ് യു ആസ്ക് മീ, ആൻഡ് എ ലോട്ട് മോർ ടു ഡു വിത്ത് ആർ ഓൺ മെന്റൽ ബ്ലോക്സ്. അതായത് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തടസ്സങ്ങളാണ് നമുക്ക് ഇതിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് ഇതിന് രണ്ട് വെരി സിമ്പിൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു വാവ, ഒരു ബേബി എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്? ഒരു ഭാഷയോ ഗ്രാമറോ ലിറ്ററേച്ചറോ ഒന്നും അറിയാതെ ഹൗ ഡസ് എ ബേബി സ്റ്റാർട്ട് സ്പീക്കിംഗ്? ഇതൊന്നുമല്ല എങ്കിൽ നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടു കാണും, വളരെ നല്ല ഭാഷയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലർക്കും ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടോ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിക്കാനോ മടി ഉണ്ടാവുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇത് രണ്ടിൻ്റെ ഉത്തരം ഏറെക്കുറെ സിമിലർ ആണ്. അതായത് ഈ പറയുന്ന ബേബിക്ക് സാരമായ പേടികളോ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ എങ്ങനെ കാണും, ഞാൻ തെറ്റ് പറഞ്ഞാൽ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഈ വക ഭയങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ കുഞ്ഞുവാവ് ഈസി ആയിട്ട് സംസാരിച്ച് തുടങ്ങുന്നു. എന്നാലോ ഈ മറ്റേ അദ്ദേഹം ഈ വക പേടികളെല്ലാം, ഇതിൻ്റെയൊക്കെ ഭാരം ചുമന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇതൊന്നും റാൻഡം അല്ല. ഇൻഫാക്ട് അതായത് ഞാൻ എൻ്റെ തന്നെ ചുറ്റുവട്ടത്ത് കാണുന്ന ചില എക്സ്പീരിയൻസസും കണ്ടുവന്നിരിക്കുന്ന സിറ്റുവേഷൻസും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. റൈറ്റ്? ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈ മോസ്റ്റ് ഓഫ് എ സ്ട്രഗിൾ വിത്ത് എനി ലാംഗ്വേജ്. ഏതൊരു ഭാഷയും, അതായത് നമ്മുടെ മദർ ടങ്, മാതൃഭാഷയല്ലാത്ത ഏതൊരു ഭാഷയിലും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണവും ഇത് തന്നെയാണ്. അതായത് ഇതിൽ കുറേയൊക്കെ ഇമോഷണൽ ആണ്, വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മൂലം നമുക്ക് സംസാരിക്കാൻ പറ്റായ്മയുള്ളൂ. ആൻഡ് ഇതിനെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഇസ് തിങ്കിങ് ഇൻ യുവർ മദർ ടങ്. മാതൃഭാഷയിൽ ചിന്തിച്ച് അതിനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് റിയൽ ടൈം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സംഭവിക്കാം എന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, നമ്മളെ ലോകം ജഡ്ജ് ചെയ്യും എന്ന ഭയം കൊണ്ട് നടക്കുക. മൂന്നാമത്തേത്, പെർഫെക്ഷൻ നോക്കിയുള്ള ഒരു അനന്തമായ യാത്ര. റൈറ്റ്? ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. ആദ്യത്തേത്, ഒരു ഭാഷയിൽ ആലോചിച്ച് അത് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് റിയൽ ടൈം ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇഫ് യു തിങ്ക്, നമ്മൾ ആരും കമ്പ്യൂട്ടേഴ്സ് അല്ലല്ലോ. നമുക്കിത് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിന് ഇത്രയും കാര്യം ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഭാഷയിൽ ചിന്തിച്ച് അത് പറയുന്ന സമയത്ത് വേറൊരു ഭാഷയിൽ പറയുക എന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഹാസ് ടു പ്രോസസ് സോ മച്ച്. അത് എളുപ്പമല്ല. ഇനി എന്നിട്ടും നമ്മളിത് എന്തുകൊണ്ട് ചെയ്യുന്നു? ഇസ് ബിക്കോസ് നമ്മളിത് എഴുതുന്ന സമയത്ത്, എഴുത്തിൽ നമ്മളിത് പരീക്ഷിച്ച് നോക്കി അത് വിജയിക്കുകയും ചെയ്തു. ഒരു പരീക്ഷ എഴുതുമ്പോൾ, ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ, ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കി, നമ്മൾ കുറെ സമയമെടുത്ത് ചിന്തിച്ച്, ഒരു ഭാഷയിൽ ചിന്തിച്ച് അതിനെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാൻ കുറെ ആലോചിച്ച് പെർഫെക്റ്റ് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്തു, പെർഫെക്റ്റ് സ്പീച്ചസ് ക്രിയേറ്റ് ചെയ്തു, പെർഫെക്റ്റ് ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം നമുക്ക് തോന്നി ഇത് തന്നെ നമുക്ക് സംസാരിക്കുമ്പോഴും അഡോപ്റ്റ് ചെയ്തോളൂ. പക്ഷെ അത് വർക്കാവില്ല. എന്താ കാരണം? സംസാരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് റിയൽ ടൈം, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ സ്പീഡിനാണ് പ്രസക്തി. ആൻഡ് ആ സമയത്ത് നമുക്കിങ്ങനെ ബഫർ ചെയ്യാൻ പറ്റില്ല. എഴുതുമ്പോൾ ലാഗ് ഓക്കെയാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ ബഫർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൽ ഞാൻ എൻ്റെ തന്നെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഞാൻ ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ്. ആ സമയത്ത് ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഒരു ഭാഷയിൽ ചിന്തിച്ച് അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിച്ചു. ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ തിരിച്ചറിഞ്ഞത് ആദ്യത്തെ ആ കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു കാര്യം പറയണമെങ്കിൽ പറയാം. പക്ഷെ അത് കഴിഞ്ഞ് കോൺവെർസേഷൻ മുന്നോട്ട് പോകാനോ ഒരുപാട് പേര് ചർച്ച ചെയ്യാനോ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്നും സംസാരിക്കാനോ ഒന്നും അവസരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷിച്ച് ഞാൻ തോറ്റു. അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് പിന്നെ അങ്ങോട്ട് ഞാൻ അറിയാവുന്ന വാക്കുകളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി എല്ലാ ഹിന്ദി കോൺവെർസേഷൻസിലും ഞാൻ എന്തെങ്കിലും ഒന്ന് ഇട്ട് പറയും. അപ്പൊ തമാശ രൂപത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ഒന്ന് തിരുത്താൻ വേണ്ടി ആ കോൺവെർസേഷൻ നിർത്തി കുറച്ച് സമയമെടുത്ത് ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു തന്നതിലൂടെ ഞാൻ ഒരുപാട് പഠിച്ചു. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രസക്തമാകുന്നത് എന്ന് വെച്ചാൽ, വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഹിയർ ഈസ് ആക്റ്റീവ്ലി എൻഗേജ് ഇൻ കോൺവെർസേഷൻസ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് ആഡ്സ് മോർ വാല്യൂ ടു യുവർ ലാംഗ്വേജ് ദാൻ യു ക്യാൻ ഇമാജിൻ. അതായത് ഈ ഒരു അറിയാവുന്ന വാക്കുകളൊക്കെ വെച്ച് നമ്മൾ അങ്ങ് സംസാരിച്ച് തുടങ്ങണം. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നതാണ് ആദ്യം പ്രധാനം. കാരണം ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പണിതുയർത്താൻ പറ്റുള്ളൂ. ഈ കാര്യത്തിൽ മാത്രം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഡൂയിങ് ഇറ്റ്. അപ്പോൾ
നമ്മൾ സംസാരിക്കുക എന്നതാണ് ഇതിലെ ഫൗണ്ടേഷൻ. ഇതിൽ വളരെ സിമ്പിൾ ചുറ്റുവട്ടത്ത് കാണുന്ന ഒരു ഉദാഹരണമാണ് നമ്മൾ വലിയ വലിയ ക്രിക്കറ്റേഴ്സ്, വലിയ വലിയ ബിസിനസ്സുകാരിൽ പലരും തുടക്കകാലങ്ങളിൽ അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷ് ഭാഷയൊന്നും സംസാരിക്കാൻ വലിയ വശമില്ലായിരുന്നു. പക്ഷെ ഇവൻച്വലി ആസ് ടൈം വെന്റ് ബൈ അവർക്ക് ഇപ്പോൾ എക്സ്ട്രീംലി ഗുഡ് ഇംഗ്ലീഷ്, എല്ലാവരും വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓൺലി വൺ തിങ് ചേഞ്ച്ഡ്, അതായത് ഇവരാരും തിരിച്ച് സ്കൂളിൽ പോയി പഠിച്ചില്ല. എന്താണ് മാറിയത് എന്ന് വെച്ചാൽ ദേ പുട്ട് ദെംസെൽവ്സ് ഇൻ സിറ്റുവേഷൻസ് ദാറ്റ് ഫോഴ്സ് ദം ടു സ്പീക്ക്. അതായത് ഒരു ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഒരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടുമ്പോഴോ ഒക്കെ നമ്മൾ സ്റ്റേജിൽ പോയി നിന്ന് സംസാരിച്ചേ ഒക്കൂ. അങ്ങനെ സംസാരിച്ച് വാട്ട് ഹാപ്പൻഡ് ഇസ് ഇവൻച്വലി ദേ ഇംപ്രൂവ്ഡ്. അവർ പോലും അതിനകത്ത് വേറെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇടാണ്ട് തന്നെ അവർ ഇംപ്രൂവ് ചെയ്തു. ഇത് തന്നെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചില മാറ്റങ്ങൾ. അങ്ങനെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഇതിനെ മാറ്റാൻ ആക്റ്റീവ്ലി ശ്രമിക്കുന്നു, പാസീവായിട്ടല്ല, എഫേർട്ട് ഇട്ട് തന്നെ ശ്രമിക്കുന്നു. ആൻഡ് രണ്ടാമത് നമ്മൾ സംസാരിച്ചത് മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്ന ഭയത്തെ പറ്റിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരുപാട് പേരൊന്നും നമ്മളെ ജഡ്ജ് ചെയ്യാനില്ല. നമ്മൾ കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ മുന്നിലിരിക്കുന്നവരോ ചുറ്റുമുള്ളവരോ തരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കരമായ ധൈര്യം തരും. ഇനി ചെയ്താൽ തന്നെ, ഒരാൾ നമ്മളെ ജഡ്ജ് ചെയ്താൽ തന്നെ എത്ര വട്ടം ജഡ്ജ് ചെയ്യും? ഒറ്റത്തവണ. അത് കഴിയുമ്പോഴത്തേക്കും ദിസ് പേഴ്സൺ ഗെറ്റ്സ് യൂസ് ടു വാട്ട് വി ആർ, അല്ലെങ്കിൽ ഹൗ വി ആർ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഈ ആൾക്കോ ഈ ജഡ്ജ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗ്രൂപ്പിനോ ഏറെക്കുറെ ഒരു ധാരണയാവും. ആൻഡ് ദർ ഇസ് എൻ ഓൾഡ് സേയിങ് ഹിയർ, അതായത് ഒരു പഴഞ്ചൊല്ലുണ്ട്, എ മാൻ ഹൂ ആസ്ക്സ് എ ക്വസ്റ്റ്യൻ ഇസ് എ ഫൂൾ ഫോർ എ മിനിറ്റ്, എ മാൻ ഹൂ ഡസ് നോട്ട് ഇസ് എ ഫൂൾ ഫോർ ലൈഫ്. എന്ന് വെച്ചാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ അറിവില്ലാത്ത ആളാണ് എന്ന് വിചാരിക്കുമോ എന്ന് കരുതുമോ എന്ന് വെച്ച് നമ്മൾ ഭയന്നാൽ നമ്മൾ ഇവൻച്വലി കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് ജീവിച്ചു തീർക്കും. പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാണ്ട് നമ്മുടെ അറിവ് വർദ്ധിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകും. ഇത് തന്നെയാണ് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഗ്യാദർ ജസ്റ്റ് ഇനഫ് കറേജ് ടു ഡു ഇറ്റ് വൺസ്. അത് കഴിഞ്ഞാൽ തന്നെ വളരെ സ്മൂത്ത് സെയിലിംഗ് ആണ്. ആ ആദ്യത്തെ വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സ്മൂത്ത് സെയിലിംഗ് ആണ്. ഇത് എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് ഞാനിത് പറയാനുണ്ടാവുന്ന കാരണം. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് സ്റ്റേജിനോടുള്ള ഭയവും മാറ്റാൻ വേണ്ടിയും സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടിയും ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ചു. അതായത് ഞാനൊരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. ആകെ ചെയ്യേണ്ടിയിരുന്ന 2 മിനിറ്റ് ഒന്ന് സ്റ്റേജിൽ കയറി ഹോട്ട് ന്യൂസ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് കറങ്ങി ഇറങ്ങി വരണം, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കരഞ്ഞു പൊളിച്ച് എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് തുടങ്ങി സ്കൂള് തീരുന്നത് വരെ എനിക്ക് സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മുന്നിലോ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലേ എന്നൊറ്റ പ്രാർത്ഥന എനിക്കുണ്ടായുള്ളൂ. പക്ഷെ കാര്യങ്ങളൊന്നും മറിഞ്ഞു. ടുവേർഡ്സ് ഒരു 11ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ സ്കൂൾ ഒരു ചെറിയ മാറ്റമാണ്. സ്കൂളിൽ ഒരു മോർണിംഗ് അസംബ്ലി ഉണ്ടായിരുന്നു. മോർണിംഗ് അസംബ്ലിയിൽ ഒരു ചെറിയ സ്പീച്ച് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു തോട്ട് ഫോർ ദ ഡേ എന്ന് പറഞ്ഞൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ 11ാം ക്ലാസ് ഒക്കെ ഞാനൊരു 11ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിന് ചെറിയ മാറ്റം വന്നു. എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കണം എന്ന തീരുമാനത്തിൽ എല്ലാ ക്ലാസ്സിലെ എല്ലാ കുട്ടിക്കും ഒരു സ്പീച്ചിനുള്ള അവസരം വന്നു. എനിക്കും വന്നു. ഇപ്പം ഇതിനകത്തെ പ്രശ്നം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് ഇതുവരെ സ്റ്റേജിൽ കയറി പരിചയവുമില്ല, സ്റ്റേജിൽ കയറാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ഈശ്വര സ്റ്റേജിൽ കയറി പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇവൻച്വലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ പറയേണ്ട ദിവസമായപ്പോൾ നല്ലൊരു മഴ പെയ്ത് അസംബ്ലി ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്ക് മാറ്റി. അതായത് പുറത്ത് ഗ്രൗണ്ടിൽ നിന്നുള്ള അസംബ്ലി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൈക്കിൽ സംസാരിച്ചു. പക്ഷെ എൻ്റെ മുമ്പിൽ ആരും ഉണ്ടാവാത്തത് കൊണ്ട് ഞാൻ സുഖമായി സംസാരിച്ച് തീർത്തു. അതിനുശേഷം പിന്നെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് കയറി. അവിടെ ഒരു സ്റ്റുഡൻസ് കമ്മിറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്നോട് എൻ്റെ ആ കമ്മിറ്റിയിലുള്ള ഒരു സീനിയർ വന്ന് എന്നോട് ചോദിച്ചു, ഒരു സ്പീച്ച് പറയാനൊരു അവസരമുണ്ട്, ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല, നിരസിച്ചു. ഐ റിജക്റ്റഡ് ദി ഓപ്പർച്യൂണിറ്റി, ഐ വെന്റ് ബാക്ക് ഹോം. എന്നിട്ട് ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞപ്പോൾ അച്ഛനെ നിർബന്ധിച്ച് ആ ഓപ്പർച്യൂണിറ്റി തിരിച്ച് മേടിപ്പിച്ചു. അങ്ങനെ ഞാൻ ആദ്യത്തെ വട്ടം സ്റ്റേജിൽ കയറുന്നത് അപ്പോഴാണ്. അത് കയറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് ആദ്യം ഉണ്ടാവുന്ന ഭയം ആണ് നമുക്ക് എല്ലാവർക്കും ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ആ ആദ്യത്തെ ഭയം മൂലം അറിയാവുന്ന ഭാഷ പോലും നമുക്ക് വന്നില്ല. ആ ഭയം മാറിയപ്പോൾ എനിക്ക് അറിയാത്ത ഭാഷ കൂടെ എനിക്ക് വന്നു തുടങ്ങി.
ഇനി പെർഫെക്റ്റ് ആയി കഴിഞ്ഞേ തുടങ്ങൂ എന്നതാണ് നമ്മൾ അടുത്തത് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കാര്യം. അങ്ങനെ ഒരു ദിവസം വരില്ല. ബിക്കോസ് പ്രാക്ടീസ് ഇസ് വാട്ട് മേക്സ് യു പെർഫെക്റ്റ്. അതായത് ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെർഫെക്ഷനിൽ എത്താൻ പറ്റുന്നുള്ളൂ. അപ്പൊ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മുതലാക്കുക എന്നുള്ളത് പ്രാക്ടീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മൾ ഈ സീരീസ് ചെയ്യുന്നതും അതിനുവേണ്ടിയാണ്. ബിക്കോസ് നമ്മളിവിടെ പെർഫെക്ഷൻ തേടിയല്ല ഈ സീരീസ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് കുറച്ച് ട്രിക്സ്, ടിപ്സ്, ടൂൾസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ദാറ്റ് മേക്ക് യു ബെറ്റർ സ്പീക്കേഴ്സ് ഓഫ് ദ ലാംഗ്വേജ്. അതാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നികത്തേണ്ട ഗ്യാപ്പും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് തിയറിയും പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നികത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആൻഡ് സോ ടു സമ്മറൈസ്, വാട്ട് വി വിൽ ട്രൈ ആൻഡ് അച്ചീവ് ഇസ് ഒരു മൈൻഡ് സെറ്റ് റീസെറ്റ്. 1. 2, കുറച്ച് മൈക്രോ സ്പീക്കിംഗ് ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും ടു ഇൻക്രീസ് നമ്മുടെ എക്സ്പോഷർ ടു ദ ലാംഗ്വേജ്. 3, കുറച്ച് സിറ്റുവേഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ യുവർ എവറി ഡേ ലൈഫ്. അത് ഇവിടെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദി പഠിക്കുന്ന എക്സാമ്പിൾ, വാട്ട് ഐ ഹാഡ് ഡൺ വാസ്, ഈ വീട്ടിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളെ വീടിന്റെ മുന്നിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഹിന്ദിയിൽ ഒരു സുഹൃത്തിനോട് ചോദിച്ച് പഠിച്ചു വെച്ചു. അപ്പൊ അത് ബൈഹാർട്ട് പഠിച്ചു വെറുതെ. എന്നിട്ട് അത് തന്നെ ഞാൻ കൊറിയറിന് ഉപയോഗിച്ചു, ആമസോൺ ഡെലിവറിക്കാരന് ഉപയോഗിച്ചു, ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഉപയോഗിച്ചു. അങ്ങനെ പലയിടത്ത് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയോടുള്ള ഒരു അടുപ്പം വർദ്ധിക്കുകയും ആ ഭാഷയുടെ ചില ന്യൂആൻസസ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയും അതുകൊണ്ട് പറ്റി. ആൻഡ് അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ സോ ഫ്രം ടുഡേ ഐ വുഡ് റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ഗ്രാബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ ചോദിച്ച് മേടിക്കുക ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ബിക്കോസ് അത് നമ്മുടെ തലയിൽ കൊണ്ടുവന്ന ഒരാൾ വെച്ചതല്ല, നമ്മൾ തന്നെ ചോദിച്ച് മേടിച്ചതാണ് എന്നത് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഷോ ഓഫ് സ്ട്രെങ്ത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വളരെ ശക്തമായ മെസ്സേജാണ് ആ ഒരൊറ്റ ആക്ട്. ആൻഡ് സ്പീക്ക് വെറെവർ പോസിബിൾ. പറ്റാവുന്നിടത്തൊക്കെ സംസാരിക്കുക. ഒരു ഇവന്റിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലായ്മയോ എന്താണ്, അതിൽ ആരാണ് കേൾക്കുന്നത് ഒന്നും അറിയണ്ട, നമ്മളങ്ങ് സംസാരിക്കുക. 3 ഇസ് ഡു നോട്ട് സ്റ്റോപ്പ് ബിക്കോസ് യു മേഡ് എ ഫ്യൂ മിസ്റ്റേക്സ്. നമ്മൾ തെറ്റ് വരുത്തി എന്ന് കരുതി നമ്മൾ നിർത്തരുത്, അങ്ങ് മുന്നോട്ട് പോവുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കാം. ആൻഡ് ഇൻ ദ കമ്മിങ് എപ്പിസോഡ്സ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നു വെച്ചാൽ ഈ ഭാഷയുടെ ടെക്നിക്കാലിറ്റീസ്, ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ കൂടെ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഇഫക്റ്റീവായിട്ട് സംസാരിക്കാം എന്നുള്ളത് വഴിയെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അതുവരെ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ് ടിൽ ദി എൻഡ്. താങ്ക് യു വെരി മച്ച്.